ആയുർവേദത്തിലെ പഞ്ചകർമ്മത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് നസ്യം. ജത്രൂർത്ത രോഗങ്ങൾ, പ്രത്യേകിച്ച് കഴുത്തിന് മുകളിലോട്ടുള്ള രോഗങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. നസ്യം പ്രധാനമായി രണ്ട് തരത്തിലുള്ളത്. ഒന്ന് പ്രതിമർശ നസ്യവും മർശനസ്യവും. പ്രതിമർശം നമുക്ക് നിത്യവും അണുതൈലം പോലുള്ള ഔഷധം വെച്ച് 2 തുള്ളി മൂക്കിൽ ഒഴിക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് പ്രതിമർശനസ്യം എന്ന് പറയുന്നത്. മർശനസ്യം ആവട്ടെ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം രോഗത്തിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഡോസും ഔഷധങ്ങളും വ്യത്യാസപ്പെടും. സൈനസൈറ്റിസ്, മൈഗ്രെയിൻ, അതുപോലെ സെർവൈക്കൽ സ്പോണ്ടിലിസ് പോലുള്ള രോഗാവസ്ഥകളിൽ ഈ നസ്യം വളരെ ഫലപ്രദം. പ്രത്യേകിച്ച് ഈ സൈനസുകളിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫത്തെ പുറന്തള്ളാൻ നസ്യം വളരെ ഫലപ്രദമാണ്. നസ്യത്തിന്റെ പ്രൊസീജിയർ നമുക്കൊന്ന് കണ്ടാലോ. ആദ്യമായി പൂർവകർമ്മമായിട്ട് തളം വെച്ചതിന് ശേഷം തൈലം കൊണ്ട് നന്നായിട്ട് മുഖവും കഴുത്തും തോളൊക്കെ അഭ്യംഗം ചെയ്യുന്നു. അതിനുശേഷം കോട്ടൺ ബാൻഡേജ് കൊണ്ട് കണ്ണ് കെട്ടിയ ശേഷം നാഡീസ്വേദം കൊണ്ട് മുഖവും കഴുത്തും തോളിൻ്റെ ഭാഗവും നന്നായിട്ട് വീർപ്പിക്കുന്നു. ഈ അഭ്യംഗവും സ്വേദനം കൊണ്ട് നമ്മുടെ ശിരസിലെ ക്യാവിറ്റീസിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫത്തെ പുറന്തള്ളാൻ സഹായിക്കും. അതിനുശേഷം രോഗിയെ കിടത്തി കഴുത്ത് കുറച്ച് മുകളിലായിട്ട് വെച്ച ശേഷം 2 മൂക്കിലും രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഔഷധം ഒരു നിശ്ചിത അളവിൽ ഒഴിക്കുന്നു. അതിനുശേഷം മുഖവും കഴുത്തും കൈയും പാദങ്ങളും നന്നായിട്ട് മസാജ് ചെയ്യുന്നു. അതിനുശേഷം 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം കഫ നന്നായിട്ട് വായിൽ നിറയുമ്പോൾ 2 സൈഡിലോട്ടും തിരിഞ്ഞ് കഫം പൂർണ്ണമായി പോയ ശേഷം വായിൽ ചൂടുവെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുകയും മെഡിക്കേറ്റഡ് സ്റ്റെക്ക് ഉപയോഗിച്ച് ധൂമപാനം ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ ചാനൽസ് ഒക്കെ ക്ലിയർ ആവാനും സഹായിക്കുന്നു. നസ്യ ചികിത്സയെ പറ്റിയുള്ള അന്വേഷണങ്ങൾക്കും ഡോക്ടർ കൺസൾട്ടേഷനും താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.